രാജാവിനെന്ത് ക്യൂ വഴിയൊരുക്കടാ. ഞങ്ങൾ എപ്പോഴും ജനങ്ങളെയാണ് വിശ്വസിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. എനിക്കൊരുത്തരം പേടിയില്ല. എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. രണ്ട് കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല. അത്രയും വേണോ സാർ? വേണം. ഇത് കഠിനമായ ഭരണവിരുദ്ധ വികാരമാണ്. രണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ധർമ്മടത്തെ മുഖ്യമന്ത്രി പിന്നിൽ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളിലാണ് വിശ്വാസം. വോട്ടർമാരെ കരുതി വെച്ചിരിക്കുന്നു. അതാണ് തെക്ക്. ജനങ്ങൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് കേരള ചരിത്രത്തിൽ. ഞങ്ങൾ ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം ടേമിൽ അധികാരത്തിൽ വരും എന്ന കാര്യം ഉറപ്പായിട്ട് പറയുകയാണ്. അത് ഞാനല്ല. ഭരണവിരുദ്ധ വികാരം പറഞ്ഞ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു വികാരം ഇല്ല. പിന്നെ വിജയം ഉറപ്പാക്കിയിട്ടുണ്ട്. അതിപ്പോ ഈ പ്രാവശ്യം ആവർത്തിക്കും. എല്ലാരും കാത്തിരിക്കാണ്, നോക്കിയിരിക്കുക. മുഖ്യമന്ത്രി ആകേണ്ട വ്യക്തി പിണറായി വിജയൻ എന്നുള്ള നിലയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ഈ എല്ലാ സർവേകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഈ വക കാര്യങ്ങളാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. ഒന്നും പറയണ്ട, മനസ്സിലായല്ലോ? മണ്ടത്തരങ്ങളൊന്നും പറയരുത്. ഒരു ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളാണ് ലാസ്റ്റിൽ കൗണ്ട് ചെയ്യുന്നത്. ഏറ്റവും സന്തോഷകരമായ സുഖ സൗകര്യങ്ങളോടുകൂടിയ സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഒറ്റ തീരുമാനം എടുത്താൽ മതി. അത് എല്ലാവരും എടുത്ത് കാണും. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഞാനും എടുത്തിട്ടുണ്ട്. അന്നത് എന്തിനെടുത്ത്? തീർച്ചയായിട്ടും കാര്യം ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ തുടർഭരണം വേണം. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല സാറേ. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ജീവിത സൗകര്യങ്ങളും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം, ഹാർമണിയൊക്കെ ഉണ്ടായ ഒരു 10 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാനിപ്പോ ഈ നിലയിലെത്തിയില്ലേ? അത് തന്നെ കൗണ്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ LDF ശക്തമായി തിരിച്ചു വരും. തിരിച്ചു വരുമല്ല, നിലനിൽക്കും. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു? മൂന്നാം ഭരണം പിടിക്കുവോ? ഉറപ്പല്ലേ? LDF സർക്കാർ ഇങ്ങനെ ഫുൾ PR-ലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ PR എന്ന് പറയുന്നത് ജനങ്ങളുടെ അനുഭവത്തിലൂടെ അവര് പറയുന്ന അഭിപ്രായമാണ്. ഓരോ വീടുകളിലും ചെന്നാണല്ലോ വോട്ടർമാരെ കാണുന്നത്. അപ്പൊ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അതാണ്. മൂന്നാമതും LDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. കഴിഞ്ഞ തവണത്തെ UDF-ന്റെ പെർഫോമൻസ് പോലും ഇത്തവണ LDF-ന് പുറത്തെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് ആ അവസ്ഥയുടെ ഒരു ആഴം വ്യക്തമാക്കുന്നുണ്ട്. എന്നെ പറ്റിക്കണ്ട, എനിക്കറിയാം. ഏപ്രിൽ ഫൂൾ അല്ലേ? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ജനങ്ങൾ ഏറ്റവും അദ്ദേഹം ഉണ്ട് എന്നുള്ളത് ഒരു ധൈര്യമായിട്ട് കാണുകയാണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോണം. ഞാൻ പടക്കം മാറ്റിട്ടില്ല. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. LDF അതിന്റെ പ്രകടനം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നിലനിർത്തും. കേരളത്തിലെമ്പാടും LDF-നെ ഞാൻ വടക്കൻ ജില്ലകളിൽ പാലക്കാട് ജില്ലയിലേക്ക് പോയിരുന്നു. അവിടെയെല്ലാം LDF തന്നെയാണ് മുൻതൂക്കം ഉണ്ടാകാൻ പോകുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരം ചെയ്ത സർക്കാർ, അഴിമതിയില്ലാത്ത സർക്കാർ, ആ സർക്കാരിനെ ഇഷ്ടത്തോടെ വീണ്ടും തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ്. 100-ലധികം സീറ്റെങ്കിലും സംസ്ഥാനത്ത് നേടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും. അതുപോലെ തന്നെ കേരളത്തിൽ അധികാരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അങ്ങനെ കുറെ ആളുകളുടെ വിഡിത്തം പറയും. എന്നിവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു? ഭരണമില്ലേലും ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാ. മുണ്ടപ്പടക്കി കുത്തി നിൽക്കും. എന്തേട്ടോ ഉണ്ടോക്കി കാണിക്കരുത്. ഇല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വളരെ മികച്ച 2021-നേക്കാൾ മികച്ച ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുണ്ട്. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്കൊക്കെ. അതെ അതെ. ആരോഗ്യവകുപ്പ് മന്ത്രിയിൽ നിന്നും പിടിച്ചെടുത്ത അബിൻ വർക്കിയുടെ വിജയാഹ്ലാദമാണ് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ വിജയം എന്ന് വെച്ചാൽ നാടിന്റെ വിജയമാണ്. തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ല.
നാടിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. അതിന്റെ ഉത്സാഹമുണ്ട്. അയ്യേ ചമ്മിപ്പോയി 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. 4-ാം തീയതി കാണാം. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇന്ന് ചിരിദിനമാണ്. നാളെ ഇടതുമുന്നണിക്ക് ചിരിക്കാൻ കഴിയുമോ? ഇടതുമുന്നണി ഇന്നും ചിരിക്കുന്നുണ്ട്, ഇന്നലെയും ചിരിച്ചു, നാളെയും ചിരിക്കും. അതിൽ കുഴപ്പമൊന്നും. എല്ലാ ജനവിഭാഗങ്ങളും തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. പൊതുവെ LDF ഭരണം തുടരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതൊക്കെ വോട്ടെണ്ണി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സത്യം പറയുമ്പോ തല്ലണോ? തല്ലരുത്. 2021 LDF ലഭിച്ച സർവകാല റെക്കോർഡ് വോട്ട് മറികടക്കുന്നു. ഇലക്ഷൻ വോട്ടെണ്ണുന്ന 3 ദിവസം മുന്നേ ഉറപ്പിച്ച് പറയണം. എന്താ എനിക്ക് പറയാനുള്ളത്? കഴിഞ്ഞ തവണത്തെ UDFന്റെ പെർഫോമൻസ് പോലും ഇത്തവണ LDFന് പുറത്തെടുക്കാൻ പറ്റിയില്ല. 3 ദിവസം മുന്നേ ഉറപ്പിച്ച് പറയണം. ഇത് പറയാനാ സാർ ഞാൻ വന്നു. തെക്കൻ കേരളം ഉൾപ്പെടെ നോക്കുമ്പോൾ പാൻ കേരളത്തിൽ ഒരു ഭരണ തുടർച്ചയുടെ സാധ്യത ഇപ്പോഴും ഉറപ്പിക്കാം. എന്താ അതിൽ നമ്മൾ സംശയിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. എന്താ സംശയമൊക്കെ മാറിയോ? കടുകട്ടിയായി പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ആള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമേ ഉണ്ടാവൂ. പോയ ആണുങ്ങളെ തടയണ്ട. വോട്ടെണ്ണലിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങി. തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്ന അതിപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. 16 ജനങ്ങൾ നൽകിയതിനേക്കാളും കൂടുതൽ സീറ്റാണ് 2021 LDFന് നൽകിയത്. ഒരു സംശയവുമില്ല, 2021 ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റാണ് ഇത്തവണ ജനങ്ങൾ LDFന് നൽകാൻ പോകുന്നത്. ചെറുങ്ങനെ മതിയോ അതോ പലങ്ങനെ വേണം? വിശദമായി തന്നെ ആവാം. ജനത്തിന് കൃത്യമായ അനുഭവമുണ്ട്. ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാരെ തല്ലി ഒടിച്ചേക്ക്. ഇതാണ് LDFന്റെ കരുത്ത്. ഞങ്ങൾ എപ്പോഴും ജനങ്ങളെയാണ് വിശ്വസിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള നേതാക്കന്മാര് പറയുമ്പോ ആലോചിച്ചോളൂ. ജനങ്ങൾ വിധി എഴുതും. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങൾ. ഇനി ഈ പ്രശ്നത്തില് ഈ ബ്രോക്കർ വിലായത് ഒരു തീരുമാനം പറയാം. ഇന്നത്തോടുകൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയണം. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.